നമസ്കാരം. മലയാളജാലത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്നത് പഞ്ചമഹാകാവ്യങ്ങളാണ്. സംസ്കൃതം, മലയാളം, തമിഴ് ഭാഷയിലെ പഞ്ചമഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്നവ ഏതെല്ലാമാണെന്നാണ്. ആദ്യത്തെ നോക്കാം. രഘുവംശം രചിച്ചത് കാളിദാസനാണ്. രണ്ടാമത്തത് കുമാരസംഭവവും കാളിദാസൻ രചിച്ചതാണ്. മൂന്നാമത്തത് മാഘം എന്നറിയപ്പെടുന്ന ശിശുപാലപദം. മാഘത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ശിശുപാലപദം എന്നൊരു പേരും കൂടിയുണ്ട്. അത് രചിച്ചത് മാഘ കവി അല്ലെങ്കിൽ മാഘനാണത് രചിച്ചത്. നാലാമത്തത് നൈഷധം രചിച്ചത് ശ്രീഹർഷൻ. അഞ്ചാമത്തത് കിരാതാർജുനീയം രചിച്ചത് ഭാരവിയാണ് കിരാതാർജുനൻ രചിച്ചത്. പിന്നീട് വരുന്നത് മലയാളത്തിലെ മഹാകാവ്യങ്ങളാണ്. രാമേന്ദ്രവിലാസം, അഴകത്ത് പത്മനാഭക്കുറുപ്പാണ് രാമേന്ദ്രവിലാസം രചിച്ചത്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യം എന്നറിയപ്പെടുന്നതും രാമചന്ദ്രവിലാസമാണ്. പിന്നീട് വരുന്നത് ചിത്രയോഗം. മഹാകവി വള്ളത്തോളിൻ്റേതാണ് ചിത്രയോഗം. ചിത്രയോഗത്തിൻ്റെ കഥ എടുത്തിരിക്കുന്നത് കഥാസരിത് സാഗരത്തിൽ നിന്നാണ്. താരാവലി ചന്ദ്രസേനം എന്നൊരു പേരുകൂടി ചിത്രയോഗത്തിന് ഉണ്ട്. മൂന്നാമത് വരുന്നത് ഉമാകേരളമാണ്. മഹാകവി ഉള്ളൂരിൻ്റെ കൃതിയാണിത്. ഇതിൻ്റെ സവിശേഷത കേരള ചരിത്രം ഇതിവൃത്തമായി മലയാളത്തിലുണ്ടായ ആദ്യ മഹാകാവ്യമാണ് ഉമാകേരളം. നാലാമത് വരുന്നത് കേശവീയം. KC കേശവപിള്ള രചിച്ചതാണ് കേശവീയം. കേശവീയത്തിൻ്റെ സവിശേഷത മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് കേശവീയമാണ്. അഞ്ചാമത് വരുന്നതാണ് രുക്മാംഗത ചരിതം. കേരളമാഘം എന്നൊരു വിശേഷണം കൂടി അതിനുണ്ട്. അത് രചിച്ചിട്ടുള്ളത് പന്തളം കേരളവർമ്മയാണ്. ഇനി വരുന്നത് തമിഴ് മഹാകാവ്യങ്ങളാണ്. ചിലപ്പതികാരം, ഇളങ്കോവടികളുടെ ചിലപ്പതികാരം, മണിമേഖല, ചിന്താമണി, കുണ്ടലകേശി, വളയാപതി ഇവയെല്ലാമാണ് തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്ന് പരിചയപ്പെട്ടത് സംസ്കൃതം, മലയാളം, തമിഴ് ഭാഷയിലെ പഞ്ചമഹാകാവ്യങ്ങൾ ഏതെല്ലാമാണെന്നാണ്. മലയാളജാലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.